റാം നാരായൺ റാം മറ്റൊരു തരത്തിലുള്ള വിദേഹിയാണ്. ഒരുപാട് മഹാന്മാരുടെ കൃപ ലഭിച്ചാൽ അദ്ദേഹം ഇടതിട്ടയായി അലയുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു സിദ്ധ മഹാത്മാവ് തീരുമാനിച്ചു എന്ന് കരുതുക, 21 ലക്ഷം വർഷത്തെ സാധനയുടെ ഫലം 1 മിനിറ്റിനുള്ളിൽ നൽകാമെന്ന്. അപ്പോൾ അദ്ദേഹം കാണുന്നു, ഈ രീതിയിൽ തടസ്സം സൃഷ്ടിക്കാൻ കഴിയുന്നതായാൽ അത് തൻ്റെ ഭാഗത്തേക്കും എത്തിച്ചേരാമെന്ന്. അവരുടെ സമീപനം ഒരു വ്യവസ്ഥയായിരുന്നത് ലൈംഗികത, പണം, സ്വത്ത് എന്നിവ കൊണ്ടാണ് ആ തടസ്സങ്ങൾ സൃഷ്ടിച്ചത്. ഓരോ രാജ്യത്തിനും ഓരോ സ്വഭാവം. ഒരു തവണ ഞാൻ ഒരു പർവ്വത പ്രദേശത്തേക്ക് പോയിരുന്നു. അവിടെ ചിലർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്തെ ആളുകൾ അസഭ്യരാണ്, പ്രകൃതിയെ മറച്ച് ധരിച്ചാണ് നടക്കുന്നത്. അതിൽ ഞാൻ മറുപടി പറഞ്ഞു, അവർ പോലും നിങ്ങളെ അസഭ്യൻ എന്ന് വിളിക്കുന്നുണ്ട്, ബ്രബരൻ എന്നാണ് പറയുന്നത്. അവിടേക്ക് പോകുമ്പോൾ ഞാൻ എന്നും വസ്ത്രങ്ങൾ അഴിച്ചുവച്ചാണ് പോകുന്നത്. ആ സമയത്ത് എൻ്റെ കൂടെ ഇവിടെ നിന്നുള്ള 2 പേർ കൂടി ഉണ്ടായിരുന്നു. അവർക്ക് വളരെ സങ്കോചം തോന്നുകയായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇവിടെ പോകണമെങ്കിൽ വസ്ത്രം അഴിയേണ്ടി വരും. എന്തായാലും അവർ വലിയ ലജ്ജയോടെ പിൻവാങ്ങി നിന്നു. അവർക്ക് ആരെയും നേരിട്ട് നോക്കാൻ കഴിയുന്നില്ലായിരുന്നു.